ഞാൻ അമീറിൽ ഒരുപാട് ട്രേഡിംഗ് സംബന്ധമായ അല്ലെങ്കിൽ ഓൺലൈനിലൂടെ വരുമാനമുണ്ടാക്കാൻ പറ്റുന്ന പലതും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പലതിൽ നിന്നും നല്ല രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പലർക്കും സാധിച്ചിട്ടുമുണ്ട്. അത്തരത്തിൽ ധാരാളം വീഡിയോകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അടിപൊളി സംരംഭം കണ്ടപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ, ബിനാൻസിൽ തന്നെ നമ്മുടെ ഫണ്ട് നിക്ഷേപിച്ചുകൊണ്ട് ബിനാൻസിൽ തന്നെ നമ്മൾ ട്രേഡ് ചെയ്ത് നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. അതിന് ട്രേഡിംഗ് സംബന്ധമായ ഒരു അറിവും നമുക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല. കാരണം ഒരു റോബോട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൽ ട്രേഡ് ചെയ്യുന്നത്. ഇതിനിടയ്ക്ക് ബിനാൻസുമായി കണക്ട് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരുപാടധികം റോബോട്ടുകൾ നമുക്ക് മുമ്പ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ബോട്ടാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. അതിൽ നമുക്കറിയാം റോയൽ ക്യൂ, ട്രേഡ് ക്യൂ, അതുപോലെ വാലർ തുടങ്ങിയിട്ട് ഒരുപാട് ടഫാ ബോട്ട്, പേരുകൾ പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അത്രമാത്രം ബോട്ടുകൾ നമുക്ക് മുമ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഒക്കെ 6 മാസം 1 വർഷമൊക്കെ ഇവിടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വർഷവും 6 മാസമൊക്കെ പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും അതിൽ നിന്ന് ലോസ് മാത്രമാണ് അവസാനം ബാക്കിയായത്. അതായിരുന്നു ആ റോബോട്ടിൻ്റെ ഒരു ന്യൂനത. കാരണം ഒരു പുതിയ ടെക്നോളജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ അപ്ഡേഷനുകളൊക്കെ വന്ന് പിന്നീട് നല്ല സംവിധാനങ്ങളൊക്കെ വരും. ഏതായിരുന്നാലും അങ്ങനെയാണ് ഈ ഒരു റോബോട്ടിൻ്റെ ഒരു സ്ഥിതിവിശേഷം. എന്നാൽ ഈ റോബോട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രത്യേകത, നമ്മൾ മേൽ പറയപ്പെട്ട നഷ്ടങ്ങൾ മാത്രം നമുക്ക് സമ്മാനിച്ച റോബോട്ടുകളൊക്കെ ഒരു വർഷത്തേക്ക് 70, 100, അതുപോലെ 270, 300 ഡോളർ സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് അവർ വാങ്ങിച്ചിരുന്നു എന്നതാണ് അതിൻ്റെ ഒരു ന്യൂനത. എന്നാൽ ഞാനിവിടെ പറയാൻ പോകുന്ന ബോട്ടിന് അത്തരത്തിലൊരു സബ്സ്ക്രിപ്ഷൻ ചാർജ് ഇല്ല. തീർത്തും സബ്സ്ക്രിപ്ഷൻ്റെ ആണ്, ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, അവർ ഗ്യാസ് ഫീ വാങ്ങിയിരുന്നു. അതായത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു നിശ്ചിത ശതമാനം ഈ പൈസ കൊടുത്താൽ വീണ്ടും നമ്മളെ അടുത്തുനിന്ന് അത് വാങ്ങിയിരുന്നു. അതൊരു തെറ്റായ രീതി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ സംവിധാനത്തിന് വീണ്ടും വാടക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. നമ്മളെ KSEBിൻ്റെ മീറ്റർ വാടക പോലെ. അപ്പോൾ ഈ ബോട്ടിന് നമ്മളാകെ ഈ ഗ്യാസ് ഫീ മാത്രം കൊടുത്താൽ മതി. അതായത് ഒരു $100 നമ്മൾ ഗ്യാസ് ഫീ നൽകിയാൽ ഒരു $1500 നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും ചെറിയ ഒരു ശതമാനം മാത്രമേ അവർ ഗ്യാസ് ഫീ ആയിട്ട് വാങ്ങുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ $100 നമ്മൾ ഇതിൽ ഗ്യാസ് ഫീ ആയിട്ട് നൽകേണ്ടതുണ്ട്. അതാണ് നമ്മളെ ഒന്നാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്. പിന്നൊന്ന്, മിനിമം നമുക്ക് $500 ട്രേഡ് ചെയ്യാൻ വേണ്ടത്. അത് നമ്മൾ ബിനാൻസിലാണ് സൂക്ഷിക്കേണ്ടത്. ബിനാൻസിനെ കുറിച്ച് നമുക്കൊക്കെ അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്. വളരെ വിശ്വസ്തമായിട്ട് വർഷങ്ങളോളമായിട്ട് ക്രിപ്റ്റോ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ അന്ന് മുതൽ കേൾക്കാൻ തുടങ്ങിയ പേരാണ് ബിനാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിനാൻസിനെ കുറിച്ച്, അതിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല. തീർച്ചയായും നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ തൽക്കാലം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിടുകയാണ്. പിന്നെ ഇനി ഇവിടെ ലാഭത്തിൻ്റെ സാധ്യത, ലാഭം എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് നല്ല രീതിയിൽ ലാഭമാണ്. 2 വർഷമായിട്ട് ഇതുവരെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു റോബോട്ടാണ് ഞാൻ പറയാൻ പോകുന്ന, അഥവാ യൂട്രേഡ് എന്ന് പറയുന്ന ബോട്ട്. അപ്പോൾ 2 വർഷം ആയിട്ട് ഇന്ന് വരെയും നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുത്ത ഒരുപാടധികം ആളുകൾ ഈ സംഭവത്തിലുണ്ട്. നമ്മൾ പ്ലേ സ്റ്റോർ തുറന്നു നോക്കിയാൽ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ആദ്യമായി വന്നത് കഴിഞ്ഞ 2022 ഡിസംബറിലായിരുന്നു. ഇത് 24 ഡിസംബറാണ്. ഈ മാസമാകുമ്പോഴേക്ക് 2 വർഷം അത് പൂർത്തീകരിക്കുകയാണ്. ഈ സമയത്തിനുള്ളിൽ 9,000-ലേറെ ആളുകൾ ഈ ആപ്ലിക്കേഷന് റിവ്യൂ ഇട്ടിട്ടുണ്ട്. വളരെ നല്ല റിവ്യൂ ആണ് എല്ലാവരും ഇട്ടിട്ടുള്ളത്. 4.9, അതായത് 5 സ്റ്റാറിന് ചെറിയൊരു പോയിന്റ് മാത്രമാണ് സ്റ്റാർ റേറ്റിങ്ങിന് കുറവുള്ളത്. അത്രമാത്രം ആളുകൾ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷനാണ് യൂട്രേഡ് എന്ന് പറയുന്ന നമ്മുടെ ഈ ആപ്ലിക്കേഷൻ. മാത്രമല്ല 2 വർഷമായിട്ട് ഇന്ന് വരെയും അത് പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ആർക്കും ലോസ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇതാണ് യൂട്രേഡിൻ്റെ ആകത്തുക കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അത് തെറ്റാണ്, ഇസ്ലാമികമായി അത് ഹറാമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിനൊരുപാട് കാര്യങ്ങളും പറയാറുണ്ട്. കാരണം സാധാരണഗതിയിൽ ഫ്യൂച്ചറിൽ ട്രേഡ് ചെയ്യുന്നത് തെറ്റാണ്, ലീവറേജ് എടുത്ത് ട്രേഡ് ചെയ്യുന്നത് തെറ്റാണ്. അതുപോലെ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ ചെയ്തും പ്രോഫിറ്റ് എടുക്കാം, സെൽ ചെയ്തും പ്രോഫിറ്റ് എടുക്കാം. അപ്പോൾ അത് ബൈ ചെയ്ത് പ്രോഫിറ്റ് എടുക്കുമ്പോൾ കച്ചവടം ഓക്കെയാണ്, പക്ഷേ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് എടുക്കുന്നത് തെറ്റായ കച്ചവട രീതിയാണ്. കാരണം നമ്മളെ കയ്യിലില്ലാത്ത സാധനം എങ്ങനെയാണ് ആദ്യം തന്നെ വിൽക്കൽ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ
അതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ട്രേഡിംഗ് തെറ്റാണെന്ന് പറയാനുള്ള കാരണം. പക്ഷേ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് സ്പോട്ട് ട്രേഡാണ്. അതായത് വാങ്ങിയത് മാത്രമേ വിൽക്കുള്ളൂ, ലീവറേജ് ഒന്നുമില്ല. വാങ്ങുന്ന ഓരോ കോയിനിലും നമുക്ക് എല്ലാ അർത്ഥത്തിലുള്ള ഉടമസ്ഥാവകാശം ഉണ്ട്. വാങ്ങിയ സാധനം നമുക്ക് വേണമെങ്കിൽ വിൽക്കാം, വിൽക്കാതിരിക്കാം. അതുപോലെ വാങ്ങിയ കോയിൻ വേറൊരാൾക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തുടങ്ങി എല്ലാ അർത്ഥത്തിലും നമുക്ക് ഇസ്ലാമികമായ നിയമപ്രകാരം ഒരു കച്ചവടത്തിന് എന്തൊക്കെ വേണം അതെല്ലാം ഒത്തിണങ്ങിയ ട്രേഡാണ് യഥാർത്ഥത്തിൽ സ്പോട്ട് ട്രേഡ് എന്ന് പറയുന്ന ട്രേഡ്. നമ്മുടെ ഈ ബോട്ട് സ്പോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഫ്യൂച്ചറിലും ട്രേഡ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾക്ക് ഫ്യൂച്ചറിലും ട്രേഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ പ്രോഫിറ്റ് നോക്കുമ്പോൾ ഏറ്റവും അധികം പ്രോഫിറ്റ് കാണുന്നതും ഏറ്റവും സുരക്ഷിതമായ രീതിയിലുള്ള ട്രേഡിങ്ങും യഥാർത്ഥത്തിൽ സ്പോട്ട് ട്രേഡിംഗ് ആണ്. അതുകൊണ്ട് നമ്മൾ അതാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ ബോട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യലും അതിൻ്റെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന രീതിയും അതുപോലെ അത് ബിനാൻസുമായി കണക്ട് ചെയ്യേണ്ട രീതിയും ഒക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഈ വീഡിയോയുടെ അവസാനത്തിൽ നമുക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പ്രോഫിറ്റിൻ്റെ ഒരു സ്ക്രീൻ റെക്കോർഡർ ഇവിടെ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് നമുക്ക് പിന്നീട് അടുത്തൊരു വീഡിയോയിൽ പറയാം. രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാം. അതുപോലെ കോൺടാക്റ്റ് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ കോൺടാക്റ്റിൽ ചേർത്തേക്കാം. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നുള്ളത് നമുക്കതിൽ നിന്ന് കണ്ട് മനസ്സിലാക്കാം. ഏതായാലും നമുക്കിതിൻ്റെ സ്ക്രീൻഷോട്ടും മറ്റും സ്ക്രീൻ റെക്കോർഡറൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പ്രോഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. ഹലോ, ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ യൂട്രേഡിൻ്റെ ഒരു പ്രിവ്യൂ ഹിസ്റ്ററിയാണ്. ഈ ടൈം വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് യൂട്രേഡ് ഓപ്പൺ ചെയ്തിട്ട് ഹോമിൽ പോയിട്ട് ജസ്റ്റ് പ്രൊഫൈലിൽ പോവുക. ഓക്കെ, നമുക്ക് ഇന്നലെ കിട്ടിയത് ഏകദേശം 17 USDT ആണ്. 12/8 17 USDT ആണ്. ഫ്യൂച്ചറിൽ ട്രേഡുകൾ എടുത്തിട്ടുണ്ട്, ഒന്നും ക്ലോസ് ചെയ്തിട്ടില്ല. കാരണം ലോസിൽ ക്ലോസ് ചെയ്യാത്തതുകൊണ്ട് പ്രോഫിറ്റ് ആയതിനു ശേഷം മാത്രമേ ചെറിയ ക്ലോസിങ് വരത്തുള്ളൂ. അതേപോലെ തന്നെ 12/7 മിനിഞ്ഞാന്നെടുത്തിരിക്കുന്ന 22 USDT ആണ് പ്രോഫിറ്റ്. ഫ്യൂച്ചറിൽ ചെറിയൊരു പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6-ാം തീയതി എടുത്തത് 78, അതിന് തൊട്ട് മുന്നേ 27, 93 USDT, 101, 34. ചില ടൈമിൽ കിട്ടുമ്പോൾ നല്ല രീതിയിൽ എന്തായാലും 100% ഇതുവരെയും 1%-ന് മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ചെറിയ ഫണ്ട് ഫ്യൂച്ചറിൽ ഇട്ടേക്കുന്നതിൻ്റെതും സ്പോട്ടിൽ ഇട്ടേക്കുന്നതിൻ്റെ ആയിട്ടാണ് ഈ രണ്ട് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയും വളരെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബോട്ടാണ്. ഏകദേശം നമുക്ക് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ അറിയാം, 1.5-2 വർഷം മുന്നേ തന്നെ ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലുണ്ട്. അപ്പം 1% മുതൽ 10% വരെ കിട്ടുന്നുണ്ട്. കാണാം, 3-ാം തീയതി 101 USDT കിട്ടിയിട്ടുണ്ട്. അതേ കണക്ക് 4-ാം തീയതി 93 കിട്ടിയിട്ടുണ്ട്. 6-ാം തീയതി ഏകദേശം 78 USDT ഉണ്ട്. പ്രിവ്യൂ ഹിസ്റ്ററിയിലൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റും, നല്ല പ്രോഫിറ്റാണ് കിട്ടുന്നത്. ഇനി 1% ആയാൽ പോലും ഒരു മാസം 30% ആയി. മിനിമം ആവറേജ് ചെയ്ത് നമുക്കൊരു 2% നോക്കാം. 10 കിട്ടിയിട്ടുണ്ട്, 8 കിട്ടിയിട്ടുണ്ട്, 5 കിട്ടിയിട്ടുണ്ട്. ആവറേജ് ചെയ്ത് ഒരു 2% ആയാൽ പോലും മന്ത്ലി ഒരു 60% പ്രോഫിറ്റാണ്. എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. ഇവിടെ സൺഡേ അങ്ങനൊന്നുമില്ല, ക്രിപ്റ്റോയിലായതുകൊണ്ട് എല്ലാ ദിവസവും വർക്കിംഗ് ആണ്. 60% പ്രോഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് പോവുക, അത്രയും നല്ലൊരു പ്രോഫിറ്റാണിത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നൊരു ബോട്ടാണ് യൂട്രേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ടോട്ടൽ കിട്ടിയേക്കുന്ന പ്രോഫിറ്റാണ് 665 USDT. ഇത് എൻ്റെ ക്യാപിറ്റൽ വരുന്നതെന്ന് വെച്ച് ഏകദേശം പല ദിവസങ്ങളായിട്ടാണ് ഫണ്ട് ഇട്ടത്. ആദ്യം ഒരു 1000, പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം 300, പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പം 500. അങ്ങനെയാണ് ഇട്ടത്. ഏകദേശം ഒരു 1800 USDT കൂട്ടാം പല ദിവസങ്ങളായിട്ട്. ഓക്കെ, ഒരു 500 ഇട്ടാൽ പോലും ഒരു 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ, മന്ത്ലി 2% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം ആകുമ്പോൾ 60% എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അത്ര നല്ലൊരു പ്രോഫിറ്റാണ് യൂട്രേഡ് തരുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള നമുക്ക് ബോട്ടിൻ്റെ ഹിസ്റ്ററി വരെ ഇതിനകത്ത് കാണാം. സ്റ്റോപ്പിനകത്ത് പോയി കഴിഞ്ഞാൽ ഓരോ സ്റ്റോപ്പ് ചെയ്തേക്കുന്നതും കാണാം. ഇത് നമ്മുടെ ബൈനാൻസോട്ട് കണക്ട് ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഇതൊന്നും ലോസിൽ ഇതുവരെ ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. നമുക്ക് മിനിമം ഇതിനകത്ത്
ട്രേഡ് ചെയ്യണമെങ്കിൽ മിനിമം ബൈനാൻസിൽ 500 USDT മിനിമം നമ്മൾ കീപ്പ് ചെയ്യണം. 100 USDT ഫ്യൂൽ ചാർജ് ആയിട്ട് ആഡ് ചെയ്യണം. നമുക്ക് ബോട്ടിന് പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബോട്ടിന് പ്രത്യേകിച്ച് നമുക്ക് ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ഫ്യൂൽ ചാർജ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 500 ബൈനാൻസിൽ നമ്മുടെ ഓൺ അക്കൗണ്ട് ബൈനാൻസിൽ കീപ്പ് ചെയ്യുക. എന്നിട്ട് 100 USDTയുടെ ഫ്യൂൽ ചാർജ് മാത്രം ആഡ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം പ്രോഫിറ്റ് ഒരു 1500 ആ റേഞ്ചിൽ വരെ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും ഈ 100 USDTയുടെ ഫ്യൂൽ ചാർജ് കൊണ്ട്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ പ്രോഫിറ്റ് മന്ത്ലി കിട്ടുന്നത് ഒരു 500 USDT ഇട്ട ഒരാൾക്ക് 200 USDT ടു 300 USDT വരെ കിട്ടുന്നുണ്ട്. ഒരു 200 മുതൽ 300 USDT വരെ നിലവിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഒരു ഒറ്റ ലോസിൽ പോലും ഇതുവരെ നിലവിൽ ക്ലോസ് ചെയ്തിട്ടില്ല. ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മൾ ജസ്റ്റ് ബൈനാൻസിനകത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂട്രേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഇതിൻ്റെ ഒരു പ്രോഫിറ്റ് ഹിസ്റ്ററിയാണ് ട്രേഡിങ്ങിൻ്റെ. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് നേരെ ഫ്യൂച്ചർ ഓപ്പൺ ചെയ്തു അതിനകത്ത് പൊസിഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുവരെ ലാസ്റ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ട്രേഡ് വരെ കാണാൻ പറ്റും. ഇന്നലെ 7-ാം തീയതി 11:51 ഈ ഒരു ട്രേഡിനകത്ത് വളരെ സക്സസ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ബോട്ട് റൺ ചെയ്യുന്നത്. ഇതിനകത്ത് ഒരൊറ്റ ലോസ് പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. കാരണം ഒരൊറ്റ ലോസ് പോലും ഇത് ഈ ടൈം വരെ ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. എല്ലാം പ്രോഫിറ്റിൽ മാത്രമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒരു ദിവസം തന്നെ 60-70 ട്രേഡുകളൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഫ്യൂവലിനെ ബേസ് ചെയ്തിട്ടിരിക്കും നമ്മുടെ എത്ര ട്രേഡ്സ് ആണ് വരുന്നതെന്നുള്ളത്. ഏറ്റവും കുറഞ്ഞ 10 ട്രേഡുകൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു കാറ്റഗറിയിൽ ഏകദേശം ഒരു 60 ട്രേഡുകളൊക്കെയാണ് പെർ ഡേ എടുക്കുന്നത്. എല്ലാം പ്രോഫിറ്റിൽ മാത്രമാണ് ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബോട്ടാണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ ലോസ് പോലും കാണാൻ പറ്റത്തില്ല. ഓക്കെ, നോക്കിയോ, എല്ലാം കാണുന്നുണ്ട്.